ജോജു ജോർജിന്റെ അഭിനയ മികവ് കൊണ്ട് മലയാളികൾ നെഞ്ചേറ്റിയ സിനിമ ജോസഫ്. സിനിമ കണ്ട ഓരോ പ്രേക്ഷകനെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ചിത്രത്തിലെ ഒരു കൊലപാതക രംഗം. ഷാഹി കബീർ എന്ന എഴുത്തുകാരന്റെ തൂലികയിൽ വിരിഞ്ഞ ആ രംഗം അദ്ദേഹത്തിന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു കഥയായിരുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥനായ ഷാഹി കബീർ തന്റെ നേരനുഭവം തന്നെയായിരുന്നു ചിത്രീകരിച്ചത്. അതെ, കേരളത്തെ നടുക്കിയ ഇരട്ട കൊലപാതകം. റിട്ടയർഡ് പൊതുമരാമത്ത് സൂപ്രണ്ടായ എൻ ഭാസ്കരൻ നായരും ഭാര്യ റിട്ടയർഡ് KSEB ഉദ്യോഗസ്ഥ തങ്കമ്മയും. പടയിടമെന്ന ഗ്രാമപ്രദേശത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ആ ഇരട്ട കൊലപാതകം. ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഓഗസ്റ്റ് 29 പുലർച്ചെ കോട്ടയം മണിമലയാറിന് സമീപത്തെ പഴയിടം ഗ്രാമം ഞെട്ടലോടെയാണ് ആ വാർത്ത കേൾക്കുന്നത്. ഭാസ്കരൻ നായരും ഭാര്യ തങ്കമ്മയും അവരുടെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. മുറിയിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നു. മൃതദേഹങ്ങൾക്കരികിലായി വെട്ടുകത്തിയും കോടാലിയും. മുറികളിലാകെ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും വിതറി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. വാർത്ത കേട്ട് അവിടേക്ക് ഓടിയെത്തിയ നാട്ടുകാർ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞെട്ടലോടെ നിന്നു. എന്താണ് തലേന്ന് രാത്രി ആ വീട്ടിൽ സംഭവിച്ചത്? 2013 ഓഗസ്റ്റ് 28 രാത്രി 9 മണി. ഭാസ്കരൻ നായരും ഭാര്യ തങ്കമ്മയും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സമയം. പതിവ് പോലെ ഇരുവരും TV കാണുവാനായിരിക്കുമ്പോൾ കോളിംഗ് ബെൽ മുഴങ്ങുന്നു. ഭാസ്കരൻ നായർ ചെന്ന് വാതിൽ തുറന്നപ്പോൾ പുറത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ ബന്ധു, ഭാസ്കരൻ നായരുടെ ഭാര്യ സഹോദരന്റെ മകൻ അരുൺ ശശി. സന്തോഷത്തോടെ അയാളെ അകത്തേക്ക് ക്ഷണിച്ച് ഇരുവരും ഹാളിലേക്ക് എത്തുന്നു. അവർക്ക് കുടിക്കുവാനായി എന്തെങ്കിലും എടുക്കുവാൻ തങ്കമ്മ അടുക്കളയിലേക്ക് പോകുന്നു. പെട്ടെന്നായിരുന്നു ആ നിലവിളി ശബ്ദം. ഞെട്ടലോടെ ഹാളിലേക്ക് തങ്കമ്മ എത്തുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭാസ്കരൻ നായരും അരികിലായി രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റികയുമായി അരുണും. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന തങ്കമ്മ സ്വബോധം വീണ്ടെടുത്ത് ഉറക്കെ നിലവിളിക്ക് മുൻപേ തന്റെ കയ്യിലിരിക്കുന്ന ചുറ്റിക അരുൺ അവരുടെ തലയിലേക്ക് അടിച്ചിറക്കുന്നു. ഇരുവരും മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ഉടൻ തന്നെ തെളിവുകൾ നശിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ അരുൺ ചെയ്യുന്നു. ആദ്യപടിയായി മൃതദേഹങ്ങൾക്കരികെ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും വിതറുന്നു. വീട്ടിലേക്കുള്ള ഫോൺ കണക്ഷനും അരുൺ വിച്ഛേദിക്കുന്നു. അവിടെയെല്ലാം സുരക്ഷിതമാക്കിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം രക്തം പുരണ്ട വസ്ത്രങ്ങൾ സഹിതം അരുൺ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോകുന്നു. വീട്ടിലെത്തിയ അരുൺ മുൻവശത്ത് അച്ഛൻ ഇരിക്കുന്നത് കണ്ട് പതുങ്ങി അച്ഛൻ കാണാതെ കുളിമുറിക്കരികിലേക്ക് പോകുന്നു. അരുൺ തന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി രക്തക്കറ മുഴുവനും കഴുകി വൃത്തിയാക്കി അത് പൂർണ്ണമായും നീക്കം ചെയ്യുന്നു. വീട്ടിലുള്ളവർ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി അരുൺ വീടിനുള്ളിലേക്ക് പോകുന്നു. 30 വയസ്സായിരുന്നു അന്ന് അരുണിന്റെ പ്രായം. ഒരു BSc കെമിസ്ട്രി ബിരുദധാരി. എന്നാൽ കേരളം ഞെട്ടലോടെ പിന്നീട് കണ്ട അതിക്രൂരനായ ആ കൊലയാളി തനിക്കെതിരെ ഒരു തെളിവുകളും ഇല്ല എന്ന സമാധാനത്തോടെ ആത്മവിശ്വാസത്തോടെ ഉറങ്ങുവാൻ കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ കൊലപാതക വിവരം കേട്ടറിഞ്ഞ നാട്ടുകാർ ഭാസ്കരൻ നായരുടെ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. അരുൺ ശശിയും നിറ കണ്ണുകളോടെ അവർക്കൊപ്പം നിൽക്കുന്നു. മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതും അരുണായിരുന്നു. ആർക്കും ഒരു സംശയത്തിനും ഇട നൽകാതെ സാഹചര്യ തെളിവുകൾ വിലയിരുത്തി ഭാസ്കരൻ നായരെയും കുടുംബത്തെയും ഏറ്റവും അടുത്തറിയുന്ന ഒരാളാണ് കൊലപാതകി എന്ന നിഗമനത്തിൽ പോലീസ് ആദ്യം തന്നെ എത്തിയിരുന്നു. എന്നാൽ ഒരു സംശയദൃഷ്ടിയും അരുണിലേക്ക് എത്തിയില്ല. നാട്ടിൽ ഒരു സ്വഭാവ ദൂഷ്യവും പറയാനില്ലാത്ത ആ ചെറുപ്പക്കാരന്റെ നേരെ ആരും വിരൽ ചൂണ്ടിയതുമില്ല. തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ നഷ്ടമായതിൻ്റെ വേദനയും സങ്കടവും അരുൺ അവിടെ അഭിനയിച്ച് തകർത്താടി. പോലീസിന്റെ തെളിവെടുപ്പിൽ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുവാൻ
മുൻപന്തിയിലുണ്ടായിരുന്നു അരുൺ. ഏറെ ദുഃഖത്തോടെ ഭാസ്കരൻ നായരെക്കുറിച്ചും പിതൃ സഹോദരി തങ്കമ്മയെക്കുറിച്ചും അരുൺ അവർക്ക് വിവരങ്ങൾ നൽകി. എങ്കിലും പ്രതിയിലേക്കെത്താനുള്ള ഒരു തെളിവുകളും പോലീസിന് ലഭിക്കുന്നില്ല. അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയെങ്കിലും പ്രതിയെ കണ്ടുപിടിക്കുവാൻ പോലീസ് വൈകുന്നതിനാൽ നാട്ടിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുവാൻ തീരുമാനമെടുക്കുന്നു. അതിന് നേതൃത്വം നൽകിയതാകട്ടെ അരുൺ ശശിയും. പ്രതിയെ എത്രയും വേഗം കണ്ടെത്തണമെന്ന ആവശ്യവുമായി അരുൺ ദിവസങ്ങളോളം മണിമല പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുന്നു. കൂട്ടത്തിൽ പോലീസിന്റെ അന്വേഷണം വഴി തിരിച്ചുവിടാനുള്ള എല്ലാ തന്ത്രങ്ങളും അരുൺ പ്രയോഗിക്കുന്നു. പോലീസ് നായയ്ക്കും കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. അങ്ങനെ പ്രതിയെ കണ്ടുപിടിക്കാനാകാതെ പോലീസ് കുഴയുന്നു. താൻ പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസം അരുണിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. കൊലപാതകം നടന്ന പഴയിടത്തെ വീട്ടിലെത്തി കിട്ടാവുന്ന തെളിവുകളെല്ലാം ഫിംഗർ പ്രിന്റ് വിദഗ്ധരായ KR ശൈലജയും ജോസ് ടി ഫിലിപ്പും ശേഖരിക്കുന്നു. എന്തോ പൊതിഞ്ഞുകൊണ്ടുവന്ന ഒരു കലണ്ടർ പേജ് മേശപ്പുറത്തിരിക്കുന്നത് ശൈലജയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. പരിശോധിച്ചു നോക്കിയപ്പോൾ ചിറക്കടവ് സഹകരണ ബാങ്ക് പുറത്തിറക്കിയ കലണ്ടറിലെ ഒക്ടോബർ മാസത്തിലെ പേജായിരുന്നു അത്. കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ആയുധം ഇതിൽ പൊതിഞ്ഞാകാം കൊലപാതകി കൊണ്ടുവന്നിരിക്കുകയെന്ന് ശൈലജ അനുമാനിക്കുന്നു. ഈ വിവരങ്ങൾ അവർ പോലീസിനോടും പങ്കുവെക്കുന്നു. എങ്കിലും പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കുവാൻ അപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല. അന്വേഷണം എങ്ങുമെത്താതെ ദിവസങ്ങൾ കടന്നുപോകുന്നു. 2013 സെപ്റ്റംബർ 19 കോട്ടയം റബ്ബർ ബോർഡ് ജംഗ്ഷനിൽ ഒരു വീട്ടമ്മയുടെ മാല മോഷ്ടിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിനിടെ ഒരു ചെറുപ്പക്കാരനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിക്കുന്നു. ഈ മാല മോഷണമാണ് അങ്ങനെ പഴയിടം ഇരട്ടക്കൊലക്കേസിൽ വഴിത്തിരിവായത്. നാട്ടുകാർ പിടികൂടി കോട്ടയം ഈസ്റ്റ് പോലീസിലേൽപ്പിച്ച ആ മാല മോഷ്ടാവ് അരുൺ ശശിയായിരുന്നു. അവിടെ നടന്ന മോഷണങ്ങളുടെയും മോഷണം ലക്ഷ്യമിട്ട് നടന്ന കൊലപാതകങ്ങളുടെയും വിവരങ്ങൾ പൊടി തട്ടിയെടുത്ത പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് പഴയിടം ഇരട്ടക്കൊലക്കേസിൽ ലഭിച്ച ഫിംഗർ പ്രിന്റും മാലമോഷണ കേസിൽ അകത്തായ അരുണിന്റെ ഫിംഗർ പ്രിന്റും ഒന്ന് തന്നെയെന്ന് പോലീസ് തിരിച്ചറിയുന്നു. പോലീസ് അരുണിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. ഭാസ്കരൻ നായരെയും തങ്കമ്മയും അതിക്രൂരമായി കൊല ചെയ്തത് താൻ തന്നെയാണെന്ന് അരുൺ പോലീസിനോട് കുറ്റസമ്മതം നടത്തുന്നു. പോലീസ് ഓരോ തെളിവുകളും പിന്നീട് കണ്ടെത്തുന്നു. അരുണിന്റെ ബെൽറ്റിൽ നിന്നും കണ്ടെത്തുന്ന രക്തക്കറ ഭാസ്കരൻ നായരുടെയാണെന്ന് തെളിയുന്നു. അരുണിന്റെ വീട്ടിലെ കലണ്ടറിൽ നിന്നും ഒക്ടോബർ മാസത്തിലെ പേജ് കീറി മാറ്റിയിരിക്കുന്നതും തെളിവായി മാറുന്നു. അരുൺ മോഷ്ടിച്ച തങ്കമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ വിവിധ ജ്വല്ലറികളിൽ നിന്നും പോലീസ് കണ്ടെത്തുന്നു. ഈ ആഭരണങ്ങൾ തങ്കമ്മയുടേതാണെന്ന് അവരുടെ പെൺമക്കളും ആഭരണം വിൽക്കുവാനായി വന്നത് അരുൺ തന്നെയാണെന്ന് ജ്വല്ലറി ജീവനക്കാരും മൊഴി നൽകുന്നു. എന്തിനു വേണ്ടിയായിരുന്നു അരുൺ ഈ കൊല നടത്തിയത്? ഏറെ വിചിത്രമായ ആ കഥ ഞെട്ടലോടെയാണ് ആളുകൾ കേട്ടത്. ആൺമക്കളില്ലാതിരുന്ന ഭാസ്കരൻ നായർക്കും തങ്കമ്മയ്ക്കും സ്വന്തം മകനെ പോലെയായിരുന്നു അരുൺ. അവരുടെ ഏതാവശ്യങ്ങൾക്കും കൂടെയുള്ള അവരുടെ വിശ്വസ്തനായ സഹായി. അതിനായി വേണ്ട പണവും അരുണിന് അവർ നൽകിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അരുണിന്റെ കാർ അപകടത്തിൽപ്പെട്ട് തകരുകയും പുതിയൊരു കാർ വാങ്ങുവാൻ അരുൺ തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിനായി വേണ്ട പണം തന്റെ കയ്യിൽ ഇല്ലാതിരുന്ന അരുൺ പല വഴികളും ശ്രമിക്കുന്നു. ഒന്നും നടക്കാതെയായപ്പോൾ അരുൺ മോഷണത്തിലേക്ക് തിരിയുന്നു. കൊലപാതകത്തിന് 3 മാസം മുൻപായിരുന്നു അരുണിന്റെ ആദ്യ മോഷണം. മറ്റൊരു പിതൃ സഹോദരിയുടെ മാലയും അരുൺ മോഷ്ടിച്ചിരുന്നു. അന്നും നാട്ടുകാർക്കൊപ്പം മോഷ്ടാവിനെ തിരയുവാൻ മുൻപന്തിയിൽ അരുൺ ഉണ്ടായിരുന്നു. അങ്ങനെ പല മോഷണങ്ങൾ അരുൺ നടത്തുന്നു. എങ്കിലും കാർ വാങ്ങുവാനുള്ള പണം തികയാതെ വന്നപ്പോൾ പണം തന്ന് തന്നെ സഹായിക്കണമെന്ന് ഭാസ്കരൻ നായരോട് ആവശ്യപ്പെടുന്നു. ഭാസ്കരൻ നായർ പണം നൽകുവാൻ തയ്യാറായില്ല. അതിൽ കലിപൂണ്ട അരുൺ രക്തബന്ധം മറന്ന് പണത്തിനോടുള്ള ആർത്തിയിൽ ഇരുവരെയും കൊലപ്പെടുത്തുന്നു. അങ്ങനെ പഴയിടം ഇരട്ടക്കൊലക്കേസിൽ അരുൺ ശശി അറസ്റ്റിലാകുന്നു. എന്നാൽ വിചാരണ വേളയിൽ ജാമ്യത്തിലിറങ്ങിയ അരുൺ നാടുവിടുന്നു. ഹൈദരാബാദ്, ഒറീസ, ചെന്നൈ എന്നിവിടങ്ങളിൽ വ്യാജ പേരുകളിൽ താമസിച്ച് അവിടെയും മോഷണം തുടരുന്നു.
2016 നവംബറിൽ ചെന്നൈയിൽ വെച്ച് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ അരുണിനെ കേരള പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. പഴയിടം ഇരട്ട കൊലപാതകത്തെ അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിച്ച കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി അരുൺ ശശിക്കെതിരെ വധശിക്ഷയും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കോടതിയിൽ നിന്നും പുറത്തേക്ക് വന്ന അരുണിന്റെ മുഖത്ത് കുറ്റബോധത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. ഒരു വിജയിയെ പോലെ ക്യാമറകൾക്ക് മുന്നിലൂടെ അയാൾ നടന്നു നീങ്ങി. മകൻ ചെയ്ത കൊലപാതകത്തിന്റെ സങ്കടവും പേറി നാണക്കേടിൽ ജീവിക്കേണ്ടി വന്ന അരുണിന്റെ അച്ഛനും അമ്മയും വൈകാതെ മരണമടഞ്ഞു. പണത്തിനോടുള്ള ഒരാളുടെ ആർത്തിയിൽ പൊലിഞ്ഞുപോയ കുറെ ജീവിതങ്ങൾ. കേരളത്തെ നടുക്കിയ പഴയിടം ഇരട്ട കൊലപാതക കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. We were just in conversations. Goodbye. Wow.